Friends, welcome back to my channel. ഇന്ന് നമുക്ക് ബാലുഷായി ഒരു സ്വീറ്റ് ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1/4 സ്പൂണ് നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം നമ്മളിത് പിടിക്കുമ്പോൾ ഇത് നല്ലൊരു പിടി പോലെ വരണം. അപ്പോൾ കുറവ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് 1/4 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കാം. നല്ല കട്ടയായിട്ടുള്ള തൈരാണ് എടുത്തേക്കുന്നത്, അധികം പുളിയില്ലാത്ത തൈരാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കേസർ അല്ലെങ്കിൽ സാഫ്രോണിൻ്റെ സ്ട്രാൻസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 സ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കിൽ മാത്രം ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കാം. ഫുൾ അപ്പുറത്തെ സൈഡിലേക്ക് പോലും ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ്. ഇതിന് ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബാലുഷായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം. 2 സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഇതിൽ നിന്ന് നമുക്കിത് മാറ്റിയെടുക്കാം. ഇതിന് ശേഷം നമുക്കിത് ലൂക്ക് വാം ആയിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാലുഷായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് കാഷ്യൂ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല എളുപ്പത്തിന് റെഡിയാക്കാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.